ഇങ്ങനെയൊക്കെ നടന്നാ മതി, ഒരു കല്യാണം കഴിക്കട്ടെ. ആരെങ്കിലും. ഓഹോ, താനിപ്പോ ഡ്രൈവർ പണി നിർത്തി ബ്രോക്കർ പണി തുടങ്ങിയോ? അപ്പഴേ നീ മറക്കണ്ട, ഈ മരുന്ന് രാത്രി കിടക്കണേന് മുൻപ് തേനില് ചേർത്ത് കഴിക്കണം, രണ്ടാളും. കുഴപ്പമൊന്നുമില്ലല്ലോടി. എന്ത് കുഴപ്പം? ഈ മരുന്നിനൊരു താമരമൊട്ടിന് വേണ്ടി ഞാൻ പെട്ട പാട്. പണ്ടേ താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശനുണ്ടാക്കി കൊടുത്ത മരുന്നായത്. എന്നിട്ടെന്താ മുത്തശ്ശി 9 പെറ്റു. 9? എനിക്ക് അത്രയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം, ഇതില് താമരമൊട്ട് ചേർത്തതുകൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ നോക്കി തൊഴണം. സൂര്യന്റെ ഭാര്യയാണല്ലോ താമര. പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ വാല് കൊണ്ടൊരു ആനവാൽ മോതിരം, ഇത് നീ എപ്പോഴും കയ്യിൽ അണിഞ്ഞിട്ടുണ്ടാവണം. ഇതും കൂടി കഴിഞ്ഞാ നിന്റെ ദാമ്പത്യ ജീവിതം ശുഭകരം മോളെ. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പുറകെ വന്നവരൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കും കൂടി തോന്നണ്ടേ? അപ്പോഴല്ലേ അതിന് ലവ് എന്നൊക്കെ പറയാൻ പറ്റൂ. ആരോട് തോന്നിച്ചില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയണ്ട, ഒരാളോട് തോന്നണ്ടേ. എനിക്ക് നല്ല ഇഷ്ടായി. ഈ ആലോചന വന്നപ്പോഴേ പപ്പ പറയാ ഫ്രണ്ട്സും പോയതാ എന്താ ചെറുക്കാന്നൊക്കെ. ഹലോ ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. എപ്പോ? അയ്യോ പിരിവാണെങ്കിൽ അച്ഛനിവിടില്ല. അയ്യോ ഞാനല്ല. ഞാൻ പറഞ്ഞു. പിന്നെ ശ്രീനിവാസൻ പറഞ്ഞു. പരമേശ്വരൻ സാർ എന്റെ അച്ഛൻ. എന്താ കാര്യം? അയ്യോ കരയിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കാം. എല്ലാം ഞാൻ സഹിക്കാം, പക്ഷെ നീ എന്നെ അങ്ങനെ വിളിച്ചില്ലേ? നീ അവനെ വിളിച്ചു. ഞാൻ എന്ത് വിളിച്ചു? മഞ്ഞത്തവളയെന്നോ? മഞ്ഞത്തവളയെന്നോ? മഞ്ഞത്തവളെന്ന് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ മഞ്ഞത്തവളെന്ന് വിളിച്ചിട്ടില്ല. എന്റെ തലയ്ക്ക് നല്ല വെളിവുണ്ട്. റോസേ, നിന്നെ ഞാൻ മഞ്ഞത്തവളെന്ന് വിളിച്ചോ? புகுந்த வீட்டு உறவுங்கிறது கயிறுல போட்டு முடிச்ச மாதிரி. ஆனா புகுந்த வீட்டு உறவுங்கிறது உயிரில போட்டு முடிச்சு. பிரிய எனக்குமே தவிர